മെൻസസിൻ്റെ ടൈമിലുള്ള പെയിന് എപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളത് പലർക്കും അറിയില്ല. അത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ബാധിക്കുന്ന രീതിയിൽ ആ പെയിന് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നാണ് പറയുന്നത്. ലൈക്ക് ഇപ്പം സ്കൂൾ ഗോയിങ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പെയിന് കാരണം 1-2 ദിവസം അവർക്ക് സ്കൂളിൽ പോകാൻ വയ്യ, അവരുടെ പഠനങ്ങളൊന്നും നടത്താൻ വയ്യ, അങ്ങനെ വരിക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടമ്മയാണെങ്കിൽ അവർക്ക് അവരുടെ ഡേ ടു ഡേ വീട്ടിലുള്ള കാര്യങ്ങൾ അതൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ ബെഡ് റിഡൺ ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അപ്പോൾ ഈ പെയിൻ എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഒന്ന് പ്രൈമറി ഡിസ്മെനോറിയ എന്നുണ്ട്, സെക്കൻഡറി ഡിസ്മെനോറിയ എന്നുള്ള 2 രീതിയിൽ. അപ്പോൾ പ്രൈമറി എന്ന് പറയുന്നത് സാധാരണ യങ് ഗേൾസിൽ, ടീനേജ് ഗേൾസിൽ അല്ലെങ്കിൽ ചെറുപ്രായത്തിലുള്ള സ്ത്രീകളിലൊക്കെ കാണുന്ന ഒരു പെയിനാണ്. അത് വലിയൊരു സിവിയർ ഫോമിൽ വരില്ല. അത് യൂട്രസിൻ്റെ ആ ഒരു ബ്ലഡിനെ പുറത്തേക്ക് തള്ളുമ്പോൾ ഉണ്ടാകുന്ന കോൺട്രാക്ഷൻസ്, റിലാക്സേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പെയിനാണത്. മേ ബി ചിലപ്പോൾ ഒരു ഫസ്റ്റ് ഡെലിവറി ഒക്കെ കഴിയുന്നതോടുകൂടി അത് ബെറ്റർ ആവും. പക്ഷേ സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത് യൂഷ്വലി എന്താണെന്ന് വെച്ചാൽ അവരുടെ എന്തെങ്കിലും ഉള്ളിലൊരു അണ്ടർലൈൻ പാത്തോളജി ഉണ്ടാവും. ഒരു യൂട്രസിൽ എന്തെങ്കിലും ഡിസീസ് അല്ലെങ്കിൽ അണ്ടാശയത്തിൽ എന്തെങ്കിലും ഒരു ഡിസീസിൻ്റെ സിംറ്റമായിട്ട് ഈ പെയിൻ വരാറുണ്ട്. ഓക്കെ, അത് ഭയങ്കര സിവിയർ പെയിൻ ആയിരിക്കും. അതേസമയം അതിൻ്റെ കൂടെ ചിലപ്പോൾ ബ്ലീഡിങ് കുറച്ച് കൂടുതലായിരിക്കും, ക്ലോട്ടഡ് ബ്ലീഡിങ് ആയിട്ട് അങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്കുള്ള പെയിന് എന്ത് കാരണം വന്ന പെയിനാണെന്ന് നമ്മളൊരു ഡോക്ടറെ കാണിച്ചിട്ട് മനസ്സിലാക്കി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം.